ഏതാണ് ഏറ്റവും നല്ല ഫൈറ്റിംഗ് സ്റ്റൈൽ? കരാട്ടെ ആണോ, കുൻഫു ആണോ, ബോക്സിംഗ് ആണോ, കിക്ക് ബോക്സിംഗ് ആണോ, മോത്തായ്, റെസ്ലിംഗ്, അതെല്ലാം ചേർന്നിട്ടുള്ള MMA ആണോ? ഇതൊന്നും അല്ല നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് വേണ്ടത് അത്ലറ്റിസം ആണ്. എന്താണ് ഞാൻ അത്ലറ്റിസം കൊണ്ട് ഉദ്ദേശിക്കണേ? നല്ല രീതിയിൽ ഓടാൻ കഴിയുക, നല്ല രീതിയിൽ ചാടാൻ കഴിയുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 3 കൊല്ലമായിട്ട് ഒരു മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യണം. ഒരു ട്രാക്ക് ആൻഡ് ഫീൽഡ് ഹിസ്റ്ററിയുള്ള ഒരാൾ വന്ന് 3 മാസം കൊണ്ട് നിങ്ങൾ ഓവർടേക്ക് ചെയ്യും. ഓഫ്കോഴ്സ് ഞാൻ ഒരു ആവറേജ് ഗൈനെ പറ്റിയാണ് പറയുന്നത്. ജിമ്മിൽ എപ്പോഴും ഒരു ടോപ്പ് അത്ലറ്റ് ഉണ്ടാവായിരിക്കും, നല്ല രീതിയിലുള്ള ഫൈറ്റിംഗ് എക്സ്പീരിയൻസ് ഉള്ള അവൻ ഓവർടേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഒരു ആവറേജ് ഗൈൻ ഒരു 3 കൊല്ലം കൊണ്ട് പ്രാക്ടീസ് എടുക്കണം, 3 മാസം കൊണ്ട് ഓവർടേക്ക് എടുക്കും. പിന്നെ അടുത്ത മെയിൻ ഫാക്ടറാണ് വെയിറ്റ് കാറ്റഗറി. എന്തുകൊണ്ടാണ് ഒരു കോമ്പാക്ട് സ്പോർട്സ്, ഒരു സ്ട്രെങ്ത് സ്പോർട്സിൽ വെയിറ്റ് കാറ്റഗറി ഉള്ളത്? കാരണം വെയിറ്റ് മാറ്റർ ചെയ്യും. നിങ്ങളൊരു 55 kg ഉള്ള ഒരാളാണ്, നിങ്ങൾ സപ്പോസ് മാർഷൽ ആർട്സ് ഒക്കെ പ്രാക്ടീസ് ഉണ്ട്, പക്ഷെ അപ്പോഴും നിങ്ങളൊരു 90 kg ഉള്ള ഒരാളെ തോപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻടു ആക്സിലറേഷൻ. മാസിന് നല്ല വാല്യൂ ഉണ്ട് ഫോഴ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ വെയിറ്റും കൂട്ടാം. അപ്പോൾ നിങ്ങളൊരു സ്പോർട്സ് ഒന്നും കളിക്കണമെങ്കിൽ നിങ്ങളൊരു വെയിറ്റ് കാറ്റഗറിയിൽ ഫൈറ്റും ചെയ്യണമെങ്കിൽ ബൾക്ക് ചെയ്യാം. നിങ്ങൾ ഒരു ജനറൽ സെൽഫ് ഡിഫെൻസിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ. ഇനിയിപ്പോൾ ഒന്നും പറ്റിയില്ല, അത്ലറ്റിസം കൂട്ടിയത് കൊണ്ടുള്ള വേറൊരു ഗുണം, സപ്പോസ് ഒരു ഫൈറ്റ് വരാണ്, അത് അവോയ്ഡ് ചെയ്യണം. അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഓടി ചാടി രക്ഷപ്പെടാനെങ്കിലും നല്ല രീതിയിൽ ഓടാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനാണെങ്കിലും അത്ലറ്റിസം സഹായിച്ചിരിക്കും. അപ്പോൾ മെയിനായിട്ട് അത്ലറ്റിസം കൂട്ടണം, സ്ട്രെങ്ത് കൂട്ടണം, ബോഡി വെയിറ്റ് കൂട്ടണം. പിന്നെ അതിന് മെയിനായിട്ട് എന്താ ചെയ്യണം? ജിമ്മിൽ പോവാ. മെയിനായിട്ട് ആ ബിഗ് 3 ലിഫ്റ്റ്സിൽ ഫോക്കസ് ചെയ്യാം. ബെഞ്ച് പ്രസ്, സ്ക്വാട്സ്, ഡെഡ് ലിഫ്റ്റ്. ഇതിൽ സ്ട്രെങ്ത് കൂട്ടാൻ നോക്കാം. ഇനി കാലിസ്തനിക്സ് ആണ് ചെയ്യണമെങ്കിൽ പുള്ളപ്സ് ആൻഡ് ഡിപ്സ്, ഇതിലൊക്കെ വെയിറ്റഡ് കാലിസ്തനിക്സ് ചെയ്യണം, എന്നാലാണ് സ്ട്രെങ്ത് കൂടുള്ളൂ ശരിക്കും. പിന്നെ ബൾക്ക് ചെയ്യണം. ഇത് BMI ഒന്നും നോക്കണ്ട. BMI ഓവർ വെയിറ്റ് ആവും നിങ്ങളൊരു സ്കിന്നി കാര്യമാണെങ്കിൽ. BMI എന്തിനാണ്? ഒരു സാധാരണ ഒന്നും ചെയ്യാത്ത ഒരു മനുഷ്യൻ, ഒരു ആവറേജ് ഗായിന് വേണ്ടിയുള്ളതാണ്. പക്ഷെ നിങ്ങൾക്കൊരു ആവറേജ് ഗായമാണ് ആവണ്ടേ. അഫ്കോഴ്സ് നിങ്ങളുടെ ഓവർ വെയിറ്റിൽ ഭൂരിഭാഗം മസിലായിരിക്കണം. അത് പിന്നെ 3 മാസം 6 മാസം കൊണ്ട് എത്തിയെടുക്കാനും പറ്റില്ല, 4-5 കൊല്ലം കൊണ്ട് പറ്റുള്ളൂ. അപ്പോൾ അത്ലറ്റിസം കൂട്ടണം, വെയിറ്റും കൂട്ടണം. അത് ഒരു ഫൈറ്റിൽ അല്ലെങ്കിൽ ഒരു ജനറൽ സ്ട്രെങ്തിന് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.